നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പോലീസ് കാണിച്ച അതീവ ജാഗ്രതയും വേഗതയും കുറ്റപത്രം സമർപ്പിച്ചത് 58ാം ദിവസം. സംസ്ഥാനത്ത് ഇത് അത്യപൂർവം. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അതിക്രൂരമായി ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. 2025 ജനുവരി 27-നാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഇതിന്റെ കുറ്റപത്രം 2 മാസത്തിനുള്ളിലാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനായി നെന്മാറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നന്നായി സഹകരിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് 14 ദിവസത്തിനുള്ളിൽ സംഘടിപ്പിക്കാനായതാണ് ഇതിന് സഹായകമായത്. 91 രേഖകളാണ് തെളിവുകളായി ഹാജരാക്കിയത്. സാക്ഷികളിൽ ചിലർ കൂറുമാറിയിരുന്നെങ്കിലും അതെല്ലാം മറികടന്നാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. പ്രതിക്ക് ഇരുകൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുണ്ടെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ ഇടത് കൈകൊണ്ട് വെട്ടിക്കൊണ്ടുള്ളതാണെന്ന് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ തെളിഞ്ഞു. ഇതറിയാതെ പോയിരുന്നെങ്കിൽ പ്രതിക്കത് സഹായകമായേനെ. നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ചെന്താമര. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. വിവാഹശേഷം പ്രണയം സംശയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ചെന്താമര സദാസമയവും വീടിന്റെ വാതിൽ പൂട്ടിയിട്ടിരുന്നു. അന്ധവിശ്വാസിയും സംശയരോഗിയുമായിരുന്നു ചെന്താമരയെന്ന് അയൽവാസികളുടെ മൊഴിയുണ്ട്. 2 സ്ത്രീകളെ കൂടി വകവരുത്താനുണ്ടെന്ന് ആദ്യ കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ ചെന്താമര സഹതടവുകാരോട് പറഞ്ഞതും പോലീസ് മൊഴിയായി ശേഖരിച്ചിരുന്നു. എല്ലാവരുടെ നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. മോൾക്ക് ജോലി നൽകാമെന്ന് പോലും വിധിയിലുണ്ട്. ജോലി നൽകണമെന്നത് കൂടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ലൊരു ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയർ കൊടുത്ത് എന്തായാലും ഇതാവും. പക്ഷേ ഈ പ്രതിഭാഗം വീണ്ടും അപ്പീലിന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോകും. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. പിന്നെ ഗവൺമെൻറ് നമുക്ക് മക്കളുടെ ചെറുതിൻ്റെ എന്തെങ്കിലും ജോലിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും പെട്ടെന്ന് സ്പീഡിലാക്കുമെന്ന് വിചാരിക്കണു. ഇനി 4 കൊല്ലം കഴിഞ്ഞാലും മക്കൾക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് അച്ഛനും അപ്പാപ്പനും അമ്മമ്മയ്ക്കും വയസ്സായതാണ്. അതുകൊണ്ട് അവർക്ക് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭയങ്കര പേടിയുണ്ട്. അതേപോലെ ഒരിക്കൽ ചെയ്തിട്ട് പോയിട്ടല്ലേ പിന്നെയും വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഇനി പോത്തുണ്ടിക്കാർക്ക് എല്ലാവർക്കും പേടിയാണ്. ഇയാൾ ഇനി ഇറങ്ങുമോ വേണ്ട ഇനിയും പേടിയാണ്. അതുകൊണ്ട് ഇനി ഒന്നിനും തൂക്കിക്കൊല്ലണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിധി വന്നു. പക്ഷെ എന്നാലും നമുക്ക് പേടിയുണ്ട്. ജയിലിൽ നിന്ന് ചാടുവോ മക്കളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം. ഞങ്ങൾക്ക് എന്നും ഭയം തന്നെ അയാൾ ജീവിച്ചിരിക്കുന്നവരെ. സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജോലി കുട്ടികൾക്ക് 2 ആൾക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരിന് വിശ്വാസമുണ്ട്. നമുക്ക് സർക്കാർ കൈവിടില്ല, എൻ്റെ മക്കളെ കൈവിടില്ല എന്ന് നല്ല വിശ്വാസമുണ്ട് എനിക്ക്. അയ്യേ നമ്മാറിക്ക് നമുക്ക് നമ്മാറാ പറയുമ്പോഴേ പേടിയാണ്. അതുകൊണ്ട് ഈ വഴിക്ക് ഞങ്ങളെ വിടില്ല മക്കളെ. പ്രോസിക്യൂട്ടർ വിജയകുമാറിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുരളീധരന്റെയും ആലത്തൂർ ചിറ്റൂർ കോടതി മജിസ്ട്രേറ്റുമാരുടെയും പ്രവർത്തനവും സഹകരണവും പ്രതിക്ക് പരമാവധി ശിക്ഷയായ തൂക്കുകയർ ലഭിക്കുന്നതിന് സഹായകമായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ശിക്ഷാവിധിയുടെ അവസാനം അന്വേഷണ നടത്തിയ ടീമിന് ഒരു പ്രശംസ അറിയിച്ചിട്ടുണ്ട്. അതായത് 56 ദിവസം കൊണ്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ കോടതി സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ഞാൻ നിൽക്കുന്നതിന് വരെ നമ്മുടെ മുൻ പാലക്കാട് SP അജിത് കുമാർ സാർ, ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ SP ആണ്, അദ്ദേഹം വരേണ്ടിയിരുന്നു. അത് അല്ലാതെ തന്നെ നമ്മുടെ മുൻ റേഞ്ച് DIG ഹരിശങ്കർ സാർ, അദ്ദേഹം കൂടി വരേണ്ടിരുന്നു. അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമവും പിന്നെ എൻ്റെ കൂടെയുള്ള പോലീസുകാർ, പിന്നെ നമ്മുടെ GP വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു കൂട്ടായ പ്രയത്നം മൂലമാണ് ഇങ്ങനെ ഒരു വധശിക്ഷ കിട്ടിയത്. എല്ലാ കണ്ടെത്തലും കോടതി ശരിവെച്ചു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ അതായത് പ്രതീക്ഷിച്ചിരുന്നു. 2025 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ പാലക്കാട് DPOയിൽ വെച്ച് ഹരിശങ്കർ സാറ്, പഴയ DIG സാറ്, ഒരു മോക്ക് ട്രയൽ നടത്തിയിരുന്നു. അതായത് അദ്ദേഹം പ്രതിഭാഗം വക്കീലും
പിന്നെ പഴയ SP അജിത് കുമാർ സാറ് ജഡ്ജിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അന്ന് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കനുസൃതമായിട്ട് ഞങ്ങൾക്ക് മുന്നൊരുക്കം നടത്തിയിരുന്നു, ട്രയലിനടക്കം മുന്നൊരുക്കം നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് രമേശനാണ് SI. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ്ങാണ് നമ്മുടെ പഴയ SP വിശ്വനാഥൻ സാർ ഇരിക്കുന്ന കാലം തൊട്ട്. അപ്പോൾ കറക്റ്റ് സാക്ഷികളെ സ്ഥലത്തെത്തിക്കാനും അവരെ കൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാനും, പിന്നെ നമ്മുടെ ഈ എയ്ഡ് പ്രോസിക്യൂഷൻ്റെ ജനപ്രസാദ്, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ സാറ്, അതുകൂടാതെ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പഴയ നമ്മുടെ ജില്ലാ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാർ, അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നന്നായി സഹായിച്ചിട്ടുണ്ട്. 4 സാക്ഷികൾ കൂറുമാറിയത്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ചെന്താമരയുടെ ഏട്ടൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ ഒരു പൊന്നു എന്ന് പറഞ്ഞൊരു ചേച്ചി അവരുടെ അയൽവാസിയായിരുന്നത്, പിന്നെ ഗിരീഷ്. ഞങ്ങൾ 28-29 ദിവസം കൊണ്ട് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയെങ്കിലും ഈ നമുക്ക് ഐ വിറ്റ്നസസിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐ വിറ്റ്നസിനെ കണ്ടെത്താനായിട്ടാണ് അവസാനം ഗിരീഷിലേക്ക് എത്തിയത്. പക്ഷേ ഗിരീഷ് അന്ന് പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം വന്ന് കോടതിയിൽ ഹോസ്റ്റൈലാവാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട സാക്ഷികളുടെ എല്ലാം തന്നെ 183 BNS പഴയ 164 CRPC പ്രകാരമുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ ഭാവിയിൽ എങ്ങാനും ഹോസ്റ്റൈലാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പഴയ SP അജിത് കുമാർ സാറിൻ്റെ ഒരു സൂത്രമായിരുന്നു ഇവരുടെ എല്ലാം ഗൂഗിൾ ടൈം ലൈൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം ഗൂഗിൾ ടൈം ലൈൻ എടുത്തതുകൊണ്ടും അതിലും ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രിഡ് റെഫറൻസ് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വെച്ചിട്ടുള്ള കറക്റ്റ് അവരുടെ ലൊക്കേഷൻ, കറക്റ്റ് ആ മാപ്പ് നമ്മൾ ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ലോങ് റണ്ണിൽ ട്രയലിൽ അധികം സമയം എടുക്കുകയാണെങ്കിൽ ഈ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇതിനെ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇയാൾ ഇടം കയ്യാനാണോ വലം കയ്യാനാണോ അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. പിന്നെ ഇദ്ദേഹം മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിട്ടുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് നേരത്തെ നമ്മൾ വാങ്ങിച്ചിരുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇത് കൂടാതെ ഒരുപാട് ഓഫീസേഴ്സ് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള പോലീസുകാർ അല്ല, ഇടംകയ്യനായിരുന്നു പ്രതി. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ചോദിച്ച് എല്ലാം കറക്റ്റ് തെളിവുകൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാം, പ്രത്യേകിച്ച് ഹരിശങ്കർ സാറിൻ്റെയും അജിത് കുമാർ സാറിൻ്റെയൊക്കെ കറക്റ്റ് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാം കൂടുതലായിട്ട് ഇത്രയും കറക്റ്റായിട്ട് 2025-27 തീയതി മുതൽ ഈ കേസ് ഇത്രയും കൊടുക്കുന്നവർ ഇത്രയും കറക്റ്റായിട്ട് മീഡിയയ്ക്ക് ജനങ്ങളെ ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവമല്ല എന്തായാലും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് കുറേയൊക്കെ ചീത്തപ്പേര് കേട്ടാലും മീഡിയ പോലീസിന് അധികം കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിലും ഭയങ്കര സന്തോഷമുണ്ട്. ദൃക്സാക്ഷി കൂറുമാറിയാലും ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് കേസിൽ 2020 ഉണ്ടായിരുന്ന ആ കേസിൽ 5 വർഷം കഴിഞ്ഞു നമുക്ക് ഈ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. 5 വർഷം, അതും DIG സാർ ഹരിശങ്കർ സാർ ഇടപെട്ടത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഈ റീജിയണൽ ഫോറൻസിക് ലാബ് തൃശ്ശൂർ പോലീസ് അക്കാദമിയിലുള്ളതിനും വെറും 15 ദിവസം 14-ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തതിൻ്റെ കോപ്പികൾ DNA ടെസ്റ്റും അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് 56-ാം ദിവസം തന്നെ നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയത്. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം, വിലാസിനിയുടെ ചെന്താമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അനശ്വരയ്ക്കും അതുല്യയ്ക്കും പിന്നെ ലക്ഷ്മിയുടെ മകൻ സുരേന്ദ്രൻ സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതും പ്രോസിക്യൂഷന്റെ വിജയമാണ്. UTV ന്യൂസ്, പാലക്കാട്.